നമസ്കാരം, ഏവർക്കും ബിസിനസ് ഇൻസൈറ്റിന്റെ ബിസിനസ് സ്റ്റോറി ഷോയിലേക്ക് സ്വാഗതം. ബിസിനസ് സ്റ്റോറി ഷോയിൽ നമുക്കൊപ്പം ചേരുന്നത് കേരളത്തിലെ പ്രമുഖ സ്കിൽസ് എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ വിറ്റ സ്കിൽസ് അക്കാഡമിയുടെ കോ ഫൗണ്ടറും എഡ്യൂപ്രനറുമായ ശ്രീമതി സീമ റാഫിയാണ്. ശ്രീമതി സീമ റാഫിയെ ബിസിനസ് സ്റ്റോറി ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരു സംരംഭക എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചാണ് ഞാൻ വളരെ കുറഞ്ഞ സമയം സംസാരിച്ചിട്ടുള്ളൂ. എനർജറ്റിക്, എന്തൂസിയാസ്റ്റ്. ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് മാഡത്തെ വിളിക്കുമ്പോൾ മാഡം ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. മാഡം അതുപോലെ സാറും എങ്ങനെയെങ്കിലും ഇത് പങ്കെടുക്കണം, ഞങ്ങൾക്ക് കുറച്ച് പേര് പരിചയപ്പെടണം. ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്ത ഒരു സംരംഭകയാണ്. പ്രത്യേകിച്ചും എഡ്യൂപ്രണറാണ്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകയാണ്. ഈ വിറ്റ സ്കിൽസ് എന്ന സംരംഭം എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് വിറ്റ സ്കിൽസ്? അപ്പോൾ എന്തിനാ ഈ വിറ്റ സ്കിൽസ്? എന്താണ് ഈ പേര് കേൾക്കുമ്പോൾ ഏതോ വലിയ അമേരിക്കക്കാരൻ്റെ പ്രസ്ഥാനം പോലെ. എന്താണ് വിറ്റ സ്കിൽസ്? ഈ പേര് കേട്ടാൽ ഏതോ ഒരു അമേരിക്കൻ്റെ പ്രസ്ഥാനം പോലെ തോന്നും. അപ്പോൾ എനിക്കും ആദ്യം ഐഡിയ ഇല്ല എന്താണ് വിറ്റ സ്കിൽസ്. ഇത് മോളാണ് ഇട്ടത് ഈ പേര്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ വൈറ്റൽ സ്കിൽസ്, ദിസ് ഈസ് ഓൾ അബൌട്ട് വൈറ്റൽ സ്കിൽസ്. അമ്മ ജീവിതത്തിൻ്റെ നൈപുണ്യം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ദെൻ യു നെയിം ഇറ്റ് വിറ്റ സ്കിൽസ്. അപ്പോൾ എന്തിനാ നൈപുണ്യം? അപ്പോൾ സാറിൻ്റെ ചോദ്യം എന്താണ് വിറ്റ സ്കിൽസ് എന്നാണ്. വിറ്റ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എവറിത്തിങ് അബൌട്ട് ചേഞ്ചിങ് യുവർ സെൽഫ്. ഒരാളെ എങ്ങനെ മാറ്റിയെടുക്കാം, എന്തിനു വേണ്ടി? ആ ആളിൻ്റെ തന്നെ പൂർണ്ണമായ സംതൃപ്തിക്കും വിജയത്തിനുമായി ഊർജത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് ഒരാളെ എങ്ങനെ മാറ്റിയെടുക്കാം. അത് ഒരാളെ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നമുക്കൊരു കൂട്ടമായി ഇറങ്ങിച്ചെന്ന് വേണമെങ്കിലും പ്രവർത്തിക്കാം. ഇപ്പോൾ സർവീസ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ സേവന സന്നദ്ധതയോടുകൂടി നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് നമ്മുടേതും. കാര്യം എന്താണ്, ഇത് എഡ്യൂക്കേഷൻ സെക്ടറാണ്, നോൺ അക്കാഡമിക് എഡ്യൂക്കേഷൻ സെക്ടർ. അതുകൊണ്ട് തന്നെ ചാലഞ്ചിങ് ആണ് കാര്യം. ആൾക്കാർക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാവാറില്ല. ബിക്കോസ് ഐ എം ടോക്കിംഗ്, അല്ലെങ്കിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ലൈഫ് സ്കിൽസ്. നമ്മൾ ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങളെ എങ്ങനെ ഉയർത്തിയെടുക്കാം എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അക്കാഡമിക്സ് ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ സ്കൂളുകളിൽ പോകുന്നു, കോളേജുകളിൽ പോകുന്നു, വർഷങ്ങളോളം പഠിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും തീരുന്നതേ ഇല്ല. ഡിഗ്രികൾ അനേകം കയ്യിലുണ്ട്. എങ്ങനെ ഒരാളോട് പെരുമാറണം? ഇപ്പോൾ സാറ് പറഞ്ഞു പോസിറ്റീവ് എന്ന് പറയുന്നൊരു വാക്ക് സാറന്മാർ രണ്ടുപേരും ഉപയോഗിച്ച്, എന്തൂസിയാസ്റ്റിക് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നിലനിർത്താം ഒരാളിൽ? ഹൗ ക്യാൻ യു ബിഹേവ് ഇൻ സച്ച് എ വേ വെർ യു മേക്ക് എൻ ഇമ്പാക്ട് ടു എ പേഴ്സൺ? ഒരാൾക്ക് എങ്ങനെ അയാളുടെ ഹൃദയത്തിൽ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? എല്ലാവർക്കും പറ്റും. നമ്മളെല്ലാം ലീഡേഴ്സാണ്. പക്ഷെ ഹൗ ഡു യു മേക്ക് ഇറ്റ് ഔട്ട്, ഹൗ ഡു യു ബ്രിങ് ഇറ്റ് ഔട്ട്? ഇതാണ് വിറ്റ സ്കിൽസ്. അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഒരുപാട് ട്രെയിനിങ് സെന്റേഴ്സ്, വ്യത്യസ്ത തരം ട്രെയിനിങ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതെ. എന്താണ് വിറ്റ സ്കിൽസിന്റെ പ്രത്യേകത? എന്തിന് വിറ്റ സ്കിൽസ്? അതെ, അപ്പോൾ എന്തിനു വേണ്ടി വിറ്റ സ്കിൽസിനെ തിരഞ്ഞെടുക്കണം? വിറ്റ സ്കിൽസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനവുമായിട്ട് ആക്ച്വലി ഒരു വലിയ ശതമാനം സ്കൂളുകളിലും കോളേജുകളിലും കോർപ്പറേറ്റുകളിലും ഒക്കെ പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാൾ ഏറെ ഉപരി ഈ പ്രസ്ഥാനത്തിൻ്റെ നാടി ഞരമ്പോ അടിസ്ഥാനമോ എന്നൊക്കെ പറയുന്ന ഒരാളിതോ അവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഹസ്ബൻഡാണ്, മിസ്റ്റർ റാഫി. അദ്ദേഹം ഒത്താണ് ഞാനിവിടെ വന്നത്. ഈ പ്രസ്ഥാനം നമ്മൾ ഒത്താണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബാങ്കേഴ്സാണ്. ഈ പ്രസ്ഥാനത്തിൽ എന്താണ് സവിശേഷത? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലെ എങ്ങനെ ശ്രദ്ധിപ്പിക്കാൻ കഴിയുന്നു? ഒരു സ്കൂളിലേക്ക് ചെന്നാൽ വാട്ട് ഈസ് യുവർ റിക്വയർമെൻറ്റ് ദർ? അവിടെ എന്താണ് റിക്വയർമെൻറ്റ്? നമുക്കൊക്കെ അറിയാം. ശരിക്കും വളരെ ഡെവലപ്ഡ് ആണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. സമയം ഒരു 20 വർഷം മുന്നേ ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ റീഡിങ് അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. ഇന്ന് നമ്മുടെ കുഞ്ഞിന് 3 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ റിമോട്ട് എടുത്തിട്ട് ഹേ സിരി അല്ലെങ്കിൽ ഹേ ഗൂഗിൾ പ്ലീസ് ഡു ദിസ്, സ്വിച്ച് ഓഫ് ദ ടി വി, സ്വിച്ച് ഓൺ ദ ടി വി എന്ന് പറയാൻ പ്രാപ്തമായ അറിവിൽ എത്തി നിൽക്കുന്ന കാലഘട്ടമാണിത്. ഈ ചലഞ്ചിൽ ഒരു കുട്ടിയെ എങ്ങനെ മൂല്യാധിഷ്ഠിതമായി വാർത്തെടുക്കാം എന്ന് ചിന്തിക്കാത്ത മാതാപിതാക്കൾ ഇവിടെ കാണില്ല. മൂല്യാധിഷ്ഠിതമായി എങ്ങനെ വളരാം എന്ന് ചിന്തിക്കാത്ത യുവാക്കൾ ഇവിടെ ഉണ്ടാവില്ല. എങ്ങനെ ആ മൂല്യങ്ങളെ അവനവൻ്റെ ജീവിതത്തിൽ നിലനിർത്തിയെടുപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നത് ചിന്തിക്കാത്ത മനുഷ്യരില്ല. ഈ പറയുന്ന സംഗതിയെ അധ്യാപകർക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് കോളേജ് ആയിക്കൊള്ളട്ടെ, ടീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, ഇനി ടീം ലീഡേഴ്സോ മാനേജേഴ്സോ ആയിക്കൊള്ളട്ടെ. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാം സംസാരിക്കുന്നത് മനുഷ്യരെ കുറിച്ചാണ്. ഹ്യൂമൻ ബീങ്സ് ആർ ഇമോഷണൽ ബീങ്സ്.
അല്ലേ? വികാരജീവികളല്ലേ നമ്മളെല്ലാം. ഈ വികാരജീവികളെ എങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും, അവരെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയും, ഇതാണ് വിറ്റാ സ്കിൽസ് സർ. ഇപ്പൊ സ്കൂളിലേക്ക് പോയാൽ എങ്ങനെ വാല്യൂ ഇംബൈബ് ചെയ്തുകൊണ്ട് മൂല്യങ്ങളെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഒരു തലമുറയെ വാർത്തെടുക്കാം എന്ന് പറയുന്നത് കുട്ടികൾക്കും ആ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് പകരുന്നത് പോലെ തന്നെ അധ്യാപകർക്ക് എങ്ങനെ കുട്ടികളെ നയിച്ചു കൊണ്ടുപോകാം. കോളേജുകളിൽ ചെന്നാലോ എംപ്ലോയബിലിറ്റിയും അക്കാഡമിക്സും തമ്മിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന സംരംഭകർക്കൊക്കെ അത് അംഗീകരിക്കാൻ കഴിയും. നമ്മളൊരു ചെറുപ്പക്കാർ ഇന്നത്തെ ഒരു കുഞ്ഞിനെ ഒരു യുവാവിനെ ഇന്നത്തെ യുവതയെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുന്നതിന് മുമ്പേ 100 തവണ ചിന്തിക്കും. അപ്പിയറൻസ് മുതൽ തോട്ട് പ്രോസസ്സ് മുതൽ ആളിന്റെ സംസാരശീലി മുതൽ ആൾ എങ്ങനെ ഒരു വിഷയം ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻസ് കുറവാണെന്ന് നമ്മുടെ മക്കളെ ഓർത്ത്. ഈ ഗ്യാപ്പിനെ എങ്ങനെ ഗ്രില്ല് ചെയ്യാം, ഇതിനെ എങ്ങനെ നമുക്ക് യൂണിഫൈ ആക്കാം? മാഡം ഒരു ചോദ്യം, ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല സംരംഭം ഫേസ് ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ സ്കിൽഫുള്ളായ പിന്നെ കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മികവുറ്റ എംപ്ലോയീസിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് വിറ്റാ സ്കിൽസ് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? സർ, ഇവിടെ കോർപ്പറേറ്റ് വേൾഡിനെ കുറിച്ച് അല്ലെങ്കിൽ സംരംഭകരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സംരംഭത്തിന് ആവശ്യമായ വർക്ക് ഫോഴ്സിനെ വാർത്തെടുത്ത് അവരുടെ പ്രോസസ്സിനനുസരിച്ച് ട്രെയിൻ ചെയ്ത് അവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കുന്നു, ആ പറയുന്ന ആൾ ആ പ്രസ്ഥാനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രൊഡക്റ്റീവ് ആകുന്നു. അവിടെ പിന്നെ കൂടുതലായി നമ്മൾ സ്ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്ത് പിന്നെ അവരെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് എഫർട്ട് ലെസ് ആയിരിക്കും. ഇത് നമ്മൾ ഒരിക്കൽ ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇറ്റ് ബിക്കംസ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. തന്നെ നമ്മൾ ഇത്രയും കൊല്ലം, ഞാൻ ഒരു 25 കൊല്ലത്തിന് മേലെ ഞങ്ങൾ പ്രവാസികളായിരുന്നു. വളരെ ചെറുപ്രായം മുതൽ ജോലി എടുക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് 18-19 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ജോലി എടുത്തു തുടങ്ങിയതാ. അന്ന് തലയിൽ നിറയെ മുടി ഉണ്ടായിരുന്ന ആളിൽ നിന്ന് തലയിൽ ഒരു മുടി പോലും ഇല്ലാത്ത കണ്ടീഷനിലായി നമ്മൾ. അതെ, സാറിന് മാതിരി. അപ്പൊ ശ്രീലിൽ പക്ഷേ പുള്ളിയെ സുന്ദരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ആണല്ലോ. അപ്പൊ അത് ആ പറയുന്ന ഒരു സംഗതി ഞങ്ങൾ നടു ഒടിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പ്രാരാബ്ദം കൊണ്ട് പോയതാണ്, പ്രാരാബ്ദം കൊണ്ട് ജീവിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ആ ജീവിതത്തിന്റെ വഴിയിലുടനീളം എവിടെയാണ് പ്രശ്നം മലയാളികൾക്ക്? ഒരുപാട് തരത്തിലുള്ള നാഷണാലിറ്റീസിനെ നമ്മൾ പരിചയപ്പെടും പുറത്താകുമ്പോൾ. കേരളത്തിനകത്ത് നമ്മൾ മലയാളിയെ മാത്രമേ കാണുന്നുള്ളൂ. മോൾഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏക ഒരു റിസോഴ്സ് മലയാളിയാണ്. എന്നാ കഴിവില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ മലയാളികളുടെ കഴിവ് പോലെ ഈ ഭൂലോകത്ത് വേറൊരാൾക്ക് കഴിവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാം ഒരു പക്ഷേ ഇനി ചന്ദ്രനിലും കൂടെ പോയി അവിടെ കൂടെ കട ഉണ്ടാക്കുമെന്ന് പറയുന്നതാണ്. ദുബായ് പോലൊരു രാജ്യത്ത് മാതൃഭാഷയ്ക്ക് ശേഷം മലയാളമാണ് പഠിക്കുന്നത്, അറബി പോലും. ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനറും കൂടെയാണ്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കീറാമുട്ടിയാണ് മലയാളിക്ക് ഇന്നും. എത്ര വലിയൊരു പൊസിഷനിൽ എത്തിയാലും നമുക്ക് ഇംഗ്ലീഷ് കൈവരത്തില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തുനിന്നും മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനം ഇങ്ങനെ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജീവിത അനുഭവമാണ് സാറേ ഇതിന് കാരണം. ജീവിതാനുഭവം മാത്രമാണ് ഇതിന് കാരണം. എന്തുകൊണ്ട് മലയാളി പിന്നിൽ നിൽക്കുന്നു? ഞാൻ ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. യെസ്, എനിക്ക് പെട്ടെന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ബാങ്കേഴ്സ് ആണ്. അതെ. ബാങ്കിങ് എന്നുള്ള ഒരു സെക്ടറിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ടറിലേക്ക് വരുന്നു. എന്താണ് നിങ്ങളെ നയിച്ചത്? സാറ് ചോദിച്ചില്ലേ എന്താണ് എനർജി ഡ്രൈവ് ചെയ്യുന്നതെന്ന്. സർ, ഞാനൊരു അമ്മയാണ്. എനിക്ക് 19 വയസ്സ് പൂർത്തിയാകാനായിട്ട് നിൽക്കുന്ന ഒരു മകളുണ്ട്. ഞാൻ എവിടെ ചെന്നാലും പറയുന്നത് എനിക്കൊരു അമ്മ എന്നറിയപ്പെടാനാണ് താല്പര്യം. എന്നെ നിങ്ങൾ എന്തോ വിളിച്ചോളൂ, ലൈഫ് കോച്ചെന്നോ മെന്ററെന്നോ പല റോളുകളിൽ അവതരിച്ചിട്ടുണ്ട്. പല റോളുകളിൽ ഈ പറയുന്ന ബാങ്കിങ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ടു ട്രെയിനിങ്, വൈ ഡിഡ് യു ചൂസ് ദാറ്റ്? വരുമ്പോൾ ഒരു 150 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും കുറഞ്ഞത്, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഇത് ചെയ്യുകയേ ചെയ്യരുത്. നിങ്ങൾ എവിടെ പോയാലും കേരളത്തിൽ പോയി ചെയ്യുകയേ ചെയ്യരുത്. ഇതായിരുന്നു കിട്ടിയ അഡ്വൈസ്. കാര്യം 25 കൊല്ലം 26 കൊല്ലം ദുബായ് പോലൊരു രാജ്യത്ത് ജീവിച്ചിട്ട് ദയവ് ചെയ്ത് ഉള്ള കാശെല്ലാം കൂടെ കൊണ്ടുപോയി അവിടെ ഇട്ടേക്കല്ലേ. കോവിഡ് സമയത്താണ് ഇവിടെ തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും മോൾ 9ാം ക്ലാസ്സിലെത്തി. ആഗ്രഹങ്ങളിൽ ഒന്ന് 10ാം ക്ലാസ് അവൾ പഠിക്കുമ്പോൾ അവളോടൊപ്പം ഉണ്ടാകണം എന്ന് പറയുന്നതായിരുന്നു ഒരു ആഗ്രഹം. കാര്യം ജോലി എടുക്കുന്ന ഒരു അമ്മയായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ വളർച്ചയൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല. വളർത്തിയത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കാണാൻ മാത്രം ഉള്ളൊരവസരമാണ് എപ്പോഴും കിട്ടിയിരുന്നത്. 10ാം ക്ലാസ്സിൽ അവൾ എത്തുമ്പോൾ അവളെ കൂടെ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈശ്വരൻ സാധിച്ചു തന്നു എന്ന് ഞാൻ പറയും. ആ തിരിച്ചുവരവ് ഇങ്ങനൊരു ആശയത്തോടു കൂടിയാണ് വന്നത്. വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കും, നമുക്ക് കാനഡയിലോട്ടോ മറ്റെവിടോട്ടോ പോകാനുള്ള സ്കോർ എന്നുണ്ടായിരുന്നു. എന്നോട് പറയുകയും ചെയ്തു, യാതൊരു കാരണവശാലും പോവുകയില്ല, തിരിച്ചു പോക്കുണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് മാത്രം എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമായിരുന്നു. അതിനോടൊപ്പം അദ്ദേഹം ചേർന്ന് നിന്നു എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ ബാങ്കിങ്ങിൽ നിന്ന് എന്തുകൊണ്ട് സർവീസ് ഇൻഡസ്ട്രിയിലേക്ക്? ബാങ്കിങ് ഈസ് ഓൾസോ എ സർവീസ് ഇൻഡസ്ട്രി. നമ്മൾ യഥാർത്ഥ ബാങ്കിങ് മനസ്സിലാക്കിയാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്യുവർ സർവീസ്. അതേപോലെ ട്രെയിനിങ്,
എന്തിനാ നമ്മളൊക്കെ ട്രെയിൻ ആകുന്നത്? എന്താ നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യകത? കണ്ടിന്യൂസ് ലേണിംഗ്, സ്ഥിരമായി നാം പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ദർ ഇസ് നോ ഏജ് ഫോർ ലേണിംഗ്. പ്രായമുണ്ടോ? ഒരു പ്രായവുമില്ല. അന്ത്യം വരെ പഠിക്കാനാകണമേ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കണമെന്നല്ല. ലേൺ സംതിങ് ന്യൂ എവറി ഡേ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് എനിക്ക്. ഞാൻ എന്നോട് അടുക്കുന്നവർക്ക് ഞാനത് പകർന്നു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതൊരു വാക്കായിരിക്കാം. ഇപ്പോ അത് മനുഷ്യരാണ്. കാര്യം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനുഷ്യരിലേക്ക് ചെന്ന് ഇടപഴകി അവരോട് സംസാരിച്ചുകൊണ്ട് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അവരിൽ നിന്ന് പഠിക്കുക. ഇങ്ങനെയാണ് നമുക്ക് മനുഷ്യരായി സഹവസിച്ചും സഹകരിച്ചും ജീവിക്കാനാകുന്നത്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ യുവതയെ, നമ്മുടെ മക്കളെ, നമ്മളോ അടുക്കുന്നവരെ നമുക്ക് വാർത്തെടുക്കാനായാൽ വി ആർ നത്തിങ് ബട്ട് ട്രൂ ലീഡേഴ്സ്. ഇതായിരുന്നു പ്രചോദനം, ഇതാണ് പാഷൻ. എല്ലാവർക്കും മനസ്സിലായെന്നും ക്ലിയർ ആയെന്നും കരുതുന്നു എന്നുള്ളൊരു കേട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇത്തരം വ്യത്യസ്തമായ സംരംഭങ്ങൾ നിങ്ങൾ സംരംഭം ആരംഭിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇത്തരം വ്യത്യസ്തമായ സംരംഭങ്ങൾ കേരളത്തിന് സമ്മാനിക്കൂ, വിജയികളാവാം. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്നും റെഡ് ഓഷൻ സ്ട്രാറ്റജി എന്നും ഉണ്ട്, അറിയല്ലേ? നിങ്ങൾ ട്രെയിനിങ്ങിൽ പറയുന്നതായിരിക്കും. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി മീനുകൾ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ. നമ്മൾ നേരത്തെ സംസാരിച്ച ടർഫ് പോലെ, കുഴിമന്തി പോലെ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് പോലെ എല്ലാവരും ചെയ്യുന്ന കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി അതിലൊരു മീനേ ഉണ്ടാവുള്ളൂ, തോൽപ്പിക്കാൻ ആ മീനെ മാത്രം ഉണ്ടാവുള്ളൂ. അതെ, ദാറ്റ്സ് യു ആർ ഡൂയിങ് നൗ. അതെ, അത് തന്നെയാണ് സർ, അത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു നിറഞ്ഞൊരു കൈയടി കൊടുക്കണ്ടേ? നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി ഒരു കൈയടി കൊടുക്കാം മാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് അലോട്ട്. താങ്ക് യു, താങ്ക് യു.